നമ്മൾ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ, ഫിറ്റ്നസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് എത്ര മാൻഡേറ്ററി ആണ്. ബ്രോ എന്നെ നേരത്തെ പറഞ്ഞു ലാക്ടോസ് ഇൻടോളറൻ്റ് ആണെന്ന് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് അറിയാൻ പറ്റിയതെന്ന്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഈ ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് അതിനനുസരിച്ച് കാറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ, ഡയറ്റ് ആണെങ്കിലൊക്കെ. സോ അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? നമ്മളെ പ്രോസസ്സിൽ ചെയ്യുന്നത്, നമ്മൾ ആദ്യം ക്ലയൻറ്റിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും. പിന്നീട് അവരുടെ ഫുഡ് ഇൻടേക്കിൻ്റെ പാറ്റേൺ, ഫുഡ് 5 days മീൽ ഹിസ്റ്ററി കളക്ട് ചെയ്യും. വാട്ട് ഓൾ തിങ്സ് യു ലൈക്ക് ടു ഈറ്റ്, വാട്ട് ഓൾ തിങ്സ് യു ഡോണ്ട് ലൈക്ക് ടു ഈറ്റ്. അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ന്യൂട്രീഷൻ വിങ്ങിലേക്ക് അത് പ്ലാൻ പോവുക. ഡെയിൽ പ്രിപ്പയർ ഇറ്റ്. ഇപ്പോൾ കറൻ്റ്ലി എന്താണോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകളിൽ എന്തൊക്കെ നമുക്ക് ആഡ് ഓൺസും ചേഞ്ചസും വരുത്തണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആസ് എ ഫസ്റ്റ് പ്രോസസ് ഇൻ ന്യൂട്രീഷൻ. വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ദർ ഇസ് എ ടെസ്റ്റ്, മൊബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇഫ് അറ്റ് ഓൾ ഒരു ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ പ്രിസ്ക്രൈബ് ദം ടു എ ഫിസിയോ. നമുക്ക് തന്നെ ഇപ്പം കാലിക്കറ്റാണെങ്കിൽ നമുക്ക് യാവ ഫിസിയോ ദർ, അല്ലെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ നമുക്ക് നമ്മളുടെ മോൾ ഫിസിയോ പോലത്തെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫിസിയോസ് ഉണ്ട്. അവരായിട്ട് കണക്ട് ചെയ്തിട്ട് അവരായിട്ട് ചെക്കപ്പ് ചെയ്യും. സോ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്ത് ഇഫ് വി നോ ദാറ്റ് ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ വിൽ സ്റ്റാർട്ട് മൂവിങ്. യൂഷ്വലി എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കും. അവർ ചെയ്യുന്നുണ്ട്, അവൻ അപ്പുറത്ത് ഇന്നലെ വരെ ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവും 3 മാസം 6 മാസം കൊണ്ടായിരിക്കും അത്രയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടുന്നത്. ഞാൻ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടാനായോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ശരീരം ഒന്ന് ഇറങ്ങി നോക്കണം. നേരെ കുറച്ച് മിക്ക സ്ഥലത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്, ആദ്യമായി വരുന്ന ഒരാളെ കൊണ്ട് പട്ടിപ്പണി ഇടിപ്പിച്ചിട്ട് കൊല വിളിച്ചിട്ട് ഓഫ് നോ പെയിൻ നോ ഗെയിൻ, യു ഗോട്ട് ദ പെയിൻ റൈറ്റ് നൗ, ടുമോറോ ഇസ് ദ ഗെയിൻ. ടുമോറോ ഗെയിൻ പെട്ടിയിട്ട് കൊണ്ടുകൊണ്ടിരുന്നില്ല.